Praise God. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's great name be blessed. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ കർത്താവ് നൽകിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. I praise my God for this great opportunity to worship Him this morning. പ്രത്യേകമായിട്ട് ഈ സിയാറ്റിനിൽ ഒരു വിശുദ്ധ ആരാധന കൂടുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയ കൃപയായി ഞാൻ കണക്കാക്കുന്നു. I consider it a great blessing that I can worship in Seattle together. ഞാനിവിടെ വരാനായിട്ട് കാരണമായി തീർന്നത് രാജൻ അങ്കിളും ജെസി ആൻറ്റിയും ഫാമിലിയുമാണ്. The reason for my being here is Rajan Chan and Jesse Auntie. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെയും ചർച്ചിൻ്റെയും എല്ലാം ഞങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് പോലെ ദൈവം ഞങ്ങളെ പത്മോസ് യാത്ര അല്ലെങ്കിൽ ബിയോണ്ട് പത്മോസ് എന്ന യാത്രയിൽ ഒരുമിച്ച് ആ യാത്രയിൽ കണ്ടുമുട്ടുവാൻ ദൈവം സഹായിച്ചു. We met during this Patmos journey and it's been a turning point in our life meeting them. ആ യാത്രയിൽ ഞാനും അതിലൊരു സഹയാത്രികനായിരുന്നു. എന്നാൽ ആ യാത്രയിൽ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒന്നും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ ആ വാഹനത്തിലെ ഏറ്റവും പുറകിൽ ഞാനും മറ്റൊരു ഭാഷയുമായിട്ട് മാത്രം അധികം ആരോടൊന്നും സംസാരിക്കാതെ എല്ലാ കാര്യങ്ങളൊക്കെ കേട്ടും പഠിച്ചും ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു. So we were on this journey for 3-4 days. We were sat at the back with another pastor, not interacting a lot, but just learning as we traveled. എന്നാൽ ഒരു 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, അങ്കിള് പെട്ടെന്ന് ലിഫ്റ്റ് ഇറങ്ങി വന്ന് നേരെ എൻ്റെ അടുക്കിലേക്ക് വന്ന് ചോദിച്ചു, ആർ യു പാസ്റ്റർ? It was about 4 days later, Rajan Chan came down straight and asked me, are you a pastor? ഞാൻ പറഞ്ഞു, ആ ചെറിയൊരു പാസ്റ്ററാണ്. So I replied, yes, I am a small pastor. അദ്ദേഹം പറഞ്ഞു, ഷിജു, നിങ്ങളുടെ ചർച്ചിൽ ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഐ വില്ലിംഗ് ടു സപ്പോർട്ട് ദം. So he responded that there is any who are struggling to pay for their education, I want to support them. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഇതുപോലെ ഒത്തിരി ആൾക്കാർ ഈ യാത്രയുടെ മധ്യത്തിലൊക്കെ പറയും, പിന്നെ അവരുടെ അഡ്രസ്സ് പോലും കാണയില്ല. So I looked intently at uncle because in my experience many have committed but they never respond after that. പക്ഷേ ഞാൻ നാട്ടിലെത്തി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അങ്കിള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിജു, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. So it's after a few weeks when I returned back to Kerala, uncle called again and said, I'm very serious about what I said. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. If there is anyone who's in need, please let me know. ആ സമയത്ത് പെട്ടെന്ന് അന്ന് യഥാർത്ഥത്തിൽ അതൊരു ദൈവിക ഇടപെടൽ പോലെ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരു പാവപ്പെട്ടൊരു കുഞ്ഞ് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കുഞ്ഞിൻ്റെ വലിയൊരു ഡിസയറായിരുന്നു ഒരു ഡോക്ടറാകുക. അങ്ങനെ ആ കുഞ്ഞിനെ ഞങ്ങൾ ചർച്ചുകാരും ആ വീട്ടുകാരും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കൂലിപ്പണിക്കാരാ അവർ റഷ്യയിൽ വിട്ട് MBBS പഠിപ്പിക്കുകയായിരുന്നു. It's almost like a divine intervention. In few weeks there was this child who was preparing for a medical exam, studies in Russia, who come from a very poor labor Hindu class background. അതിൻ്റെ ആ കുഞ്ഞിൻ്റെ ഫൈനൽ സെമസ്റ്ററിൽ ഏകദേശം 5 lakhs പെൻഡിങ് ഉള്ളതുകൊണ്ട്, ഫീസ് പെൻഡിങ് ഉള്ളതുകൊണ്ട് അവളെ തിരിച്ച് അയക്കാനായിട്ട് നിൽക്കുന്ന ദിവസമായിരുന്നു ആ ദിവസം. And it was on that day, because she was unable to pay her 4th semester fees, they were going to send her back. പക്ഷേ അന്ന് അങ്കിൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇതാണ് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു, അങ്കിളെ, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, അവൾക്ക് അവരുടെ ഓഫീസിലേക്ക് ഇന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിന് പൈസ അയച്ചില്ലെങ്കിൽ അവളെ തിരികെ അയക്കും. So it's when this news came to me, I called uncle and said if she's not able to pay her fees today or next day, she would be returned and discontinue studies. ആ കുഞ്ഞിന് ഞാൻ പറഞ്ഞ അന്ന് വൈകിട്ട് ഒരു 24 hours അങ്കിള് അറൗണ്ട് 5 lakhs ആ കുഞ്ഞിൻ്റെ ഫീസ് അടച്ച് ക്ലിയർ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. And within 24 hours, uncle paid those, to that 5 lakh outstanding fee. അങ്ങനെയാണ് ഞങ്ങളുടെ ആ ബന്ധം പിന്നെയും ആരംഭിക്കുന്നത്. And that is how we continued our relationship. പിന്നെ ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി ഒത്തിരി കാര്യങ്ങളെ അങ്കിളും സഭയായിട്ട് ചെയ്തതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. And I praise God through him and through the church, many things were accomplished for the church. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തേക്ക് വരുവാനും ഞങ്ങളുടെ മിനിസ്ട്രിയും ശുശ്രൂഷകളൊക്കെ കാണുവാനും
ഞങ്ങളോടൊപ്പം ഒരാഴ്ചയോളം ടൈം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. And they came as a family and spent about a week with them in the church and with their families. ആ യാത്രകളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ കണ്ട് ഞങ്ങൾക്കൊരു ട്രാവലർ, ഞങ്ങളുടെ ലേഡീസ് ടീമിന് വേണ്ടി ഒരു ട്രാവലർ അങ്കിള് ഒരു സെക്കൻഡ് ഹാൻഡ് ട്രാവൽ മേടിച്ച് തരുവാൻ ദൈവം സഹായിച്ചു. And when they were there, they saw the need and they sponsored for this van, large van that they could travel in. അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഒത്തിരി ഹൈ ആയിരുന്നു. അതിൻ്റെ ഒരു സോളാർ സിസ്റ്റം വെച്ച് തരാനായിട്ട് ദൈവമുണ്ട്. And similarly, given the high electricity cost, they installed a solar setup for the church. അതുമാത്രമല്ല, ഞങ്ങളുടെ ചർച്ചിലെ ഏകദേശം 3 കുഞ്ഞുങ്ങളെ ജർമ്മനിയിൽ പോയി പഠിക്കാൻ വേണ്ടി, ജർമ്മനിയിലെ നേഴ്സിംഗിന് വേണ്ടി ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. And right now they are sponsoring the education for 3 kids who are doing their nursing in Germany. ഞങ്ങളുടെ ചർച്ചിലെ എൻ്റെ മറ്റൊരു പാസ്റ്റർ ജപ്തിയുടെ വക്കീലായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി വലിയൊരു ഹ്യൂജ് എമൗണ്ട് സഹായിച്ചു. And similarly, there is another pastor in our church whose house was almost taken back by the bank and they were helping them get it back. ഈ അടുത്ത സമയത്തായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന വിശ്വാസികൾ പലരും ഹൈന്ദവ പശ്ചാത്തലത്തിൽ വരുന്നത് കൊണ്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുമാത്രമല്ല, അവരുടെ അടക്കാൻ സ്ഥലമില്ലാതാകും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭാരങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ വരുന്ന ആൾക്കാരെ അത്യാവശ്യം താമസിപ്പിക്കണം. അതുപോലെ ചർച്ചിൻ്റേതായ ഒരു ക്യാമ്പ് സൈറ്റ്, പ്രെയർ ഹാർട്ടുകളും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഏകദേശം ഒരു 20 സെൻറ്റ് സ്ഥലം ആഗ്രഹിച്ചാണ് ഞങ്ങൾ പോയത്. And similarly, because some of the families come from Hindu background and they are thrown out from the house, they have no place to stay. We wanted to set up a place. We expected to buy a small place to house them through a camp setup. അവിടെ ഈ സ്ഥലത്തിന് ഏകദേശം സെൻറ്റിന് 1.5 ലക്ഷം രൂപയോളം വിലയുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു 10 സെൻറ്റോ 15 സെൻറ്റോ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ ദൈവം ഞങ്ങൾക്ക് വളരെ ഏകദേശം 50-60,000 രൂപ വില വെച്ച് ആ സ്ഥലം, ഞങ്ങൾ 10 സെൻറ്റ് ആഗ്രഹിച്ചത് ഇപ്പോൾ ഞങ്ങൾ 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലം ഈ സ്ഥലം മേടിക്കാൻ ദൈവം സഹായിച്ചു. So they expected to buy a smaller plot, but God helped them to buy almost 1 acre land and almost half the price that they were originally intending to. അത് ഈ സഭയാണ് ചെയ്തത്. രാജനങ്ങളും ഈ സഭയിലെ മെമ്പേഴ്സാണ് ചെയ്തത്. അതിന് ഹൃദയംഗമായ നന്ദി അറിയിക്കും. And that was accomplished through Rajan Channel family and through the church, and I thank God for them. അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഇതിനടുത്തായിട്ട് ഞങ്ങൾ റെൻറ്റഡ് ചർച്ചുണ്ട്. ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ചർച്ച് വർക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ്, ഒരു ടെമ്പററി ബിൽഡിംഗ് ചർച്ച് പണിത് അതിൻ്റെ 2nd ഫ്ലോറ് 2 ഡോമറ്ററി ആയിട്ടൊക്കെ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വർഷം തന്നെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. And we hope that through this year that we will be able to move from the rental church and extension church that we have and build it up and start worshiping there. ആ ബിൽഡിംഗ് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. And we are desire to construct that, and you keep that in your prayers. ഇത് ടെമ്പററി ആയിട്ടൊരു ബിൽഡിംഗ് ആണ്. ഇതിങ്ങനെ പണിത് ആരാധനയ്ക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ വലിയ ബിൽഡിംഗ്, ചർച്ച് ഹോളും മറ്റ് ഫെസിലിറ്റീസും, വോൾട്ടേജ് ഹോം, കെയർ സെൻറ്ററും ആയിട്ടൊക്കെ വലിയ പ്രോജക്റ്റുണ്ട്. എങ്കിലും തൽക്കാലം ഈ ഹോളിലേക്ക് വരുന്ന ഈ വർഷം തന്നെ കയറണമെന്ന് ആഗ്രഹിക്കുക. So we start with this temporary one that we intend and later expand into a dorm and stay facilities for the elders through the period. ഇത് ഞങ്ങളുടെ നെടുമങ്ങാട് എന്ന് പറഞ്ഞ ചർച്ചിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറി, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, പൊന്മുടി എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ താഴ്വാരത്തിലാണ്, വിതിര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലവും ചർച്ചും ഒക്കെ പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And this place is further from 30 kilometers from our permanent church in Nedumangad and Ponmudi place. നെടുമങ്ങാട് ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചും 5-6 ഏക്കർ വേണം. അതിനകത്ത് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് 10,000 പേർ കൂടുന്ന ടെൻറ്റ് പോലെ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. Similarly, in Nedumangad we desire to have a 10,000 building that can house 10,000 people who attended. ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ, മാസത്തിലൊരിക്കൽ സംയുക്ത ആരാധന കൂടുമ്പോൾ തന്നെ
more than 2,000 people are gathering. And right now, when we have this, combined worship, more than 2,000 gather to worship. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ദർശനം എന്ന് പറയുന്നത് 10,000 പേർ കൂടുന്ന ആരാധനയായി മാറണം. So our vision and prayer is that there will be a place when 10,000 can gather. ഞങ്ങളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തതിന് രാജനഗർ ഫാമിലി, ഈ ചർച്ച് മെമ്പേഴ്സ്, ബഹുമാനമുള്ള പാസ്റ്റർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമായ നന്ദി അറിയിക്കും. Once again, my gratitude to Rajan family, church and pastor, and continue to keep this in your prayers and look forward to your continued support. എനിക്കൊരു ഭാര്യ, Pastor has one wife. ഒരു ഭാര്യയുടെ പേര് രാജി ഷിജു. Her name is Raji Shiju. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ശുശ്രൂഷയിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. യൂട്യൂബിലൊക്കെ രാജി ഷിജു എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജുകളും ശുശ്രൂഷകളും ടെസ്റ്റിമണിയൊക്കെ കേൾക്കാൻ കഴിയും. So he comes from a Hindu background but very active in the ministry, and if you search in YouTube for her name, you will find her testimonies and messages. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. And pastor has 3 kids. ഫെയ്ത്ത് മകൻ, മൂത്ത മകൻ 13 വയസ്സ്, നഥാന്യ മോള്, ബെൻ ഷാലോം ഏറ്റവും ഇളയാള്. പിന്നെ 3 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. Pastor has 3 kids, Faith the eldest, Nathania and Ben Shalom the youngest. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠനും 3 കുഞ്ഞുങ്ങളാണ്. എൻ്റെ ഫാമിലി കർത്താവിൻ്റെ വേലയിലായിരിക്കും. My elder brother too has 3 kids, and as a family all of us are serving the Lord. എൻ്റെ അപ്പൻ ജീവനോടെ ഉണ്ട്. എൻ്റെ അപ്പന് 76 വയസ്സായി ഇപ്പോൾ. My pastor's dad is 76 years old. എൻ്റെ അമ്മയ്ക്ക് 71 വയസ്സ്. And mother is 71 years old. ഞങ്ങളുടെ ഫുൾ ഫാമിലി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കും. As a family, all of us are serving the Lord. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര് കിങ്ഡം ഫസ്റ്റ് എന്നാണ്. The ministry's name is Kingdom First. നിങ്ങൾക്ക് യൂട്യൂബിൽ KFM ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്നടിച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷകളും ഞങ്ങളുടെ സൺഡേ സർവീസിൻ്റെ ലൈവും എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. And all of this is available in the YouTube channel if you search for KFM First. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless us. ഒന്നുകൂടി ഈ സഭയുടെ കർത്താവിൻ്റെ അഭിഷിക്തനായ വിക്ടർ ജോർജ് പാസ്റ്ററിനും ഈ സഭയിൽ എല്ലാവർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബ്രദറിനും എല്ലാം ഹൃദയംഗമായ നന്ദി. And thanks to the anointed servant of the church, Pastor Victor George, and the church and all the ministry support. കഴിഞ്ഞ 2 ദിവസങ്ങളിലും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ശുശ്രൂഷിപ്പാനും ദൈവം കൃപ ചെയ്തു. The last couple of days God has helped us to minister. ഞാൻ ഈ 26th ഭവനത്തിലേക്ക് മടങ്ങി പോകും. I intend to return back on 26th this month. ഇത് എൻ്റെ ഈ ഫസ്റ്റ് ട്രിപ്പാണ് ഇത്രയും ലോങ് ടൈം ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് മാറിയിരിക്കുന്നത്. And this is the first time that I've been the longest away from home. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഓർത്ത് പ്രാർത്ഥിക്കുക. Do keep my family, pastor's family, in your prayers. നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസിൻ്റെ ലേഖനം 2 Peter 1 chapter 1 16 verse 16. Let's turn attention to 2 Peter chapter 1 verse 16. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. വേദപുസ്തകം പറയുന്നു, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. We do not follow cleverly invented stories when we told you about the power and coming of our Lord Jesus Christ, but we were eyewitnesses of his majesty. 1 അധ്യായത്തിന്റെ 12 വാക്യത്തിനകത്ത് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. We will read about Paul saying that even at my time of departure, here is what I intend to remind you. നിങ്ങൾ അറിഞ്ഞവരും അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുന്നവരും എന്ന് വരികിലും ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. What I want to remind you is those you stand in faith. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. We are not creating stories, but we are eyewitnesses of his majesty. കാരണം ആ കാലഘട്ടത്തിൽ
വാസ്തവത്തിൽ യഹൂദന്മാരുടെ ഇടയിലും ഹല്ലേലൂയ വിശ്വാസികളുടെ ഇടയിൽ പോലും ഇതൊരു കെട്ടുകഥയാണ്, ഇതൊരു തോന്നലാണ്, ഇതൊരു ഇല്യൂഷനാണ് എന്നുള്ള ഹല്ലേലൂയ കാര്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, because during the time amongst Jews they thought this was a concocted story. പല വിശ്വാസികളുടെയും ഹൃദയത്തിനകത്ത് യേശു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന ക്വസ്റ്റ്യനുകൾ ഉരുവായി വന്ന സമയത്ത്, It was a time when the believers were even questioning if Jesus rose from dead. പലരുടെയും ഹൃദയത്തിനകത്ത് പലവിധമായ പഠിപ്പീരുകളും ആശയങ്ങളും തത്വചിന്തകളും അനേക ജീവിതങ്ങൾക്കകത്ത് വിശ്വാസത്തെ തണുപ്പിച്ച സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, When the time the faith was turned cold due to conflicting stories and opinions, ആ സമയത്ത് ആ പത്രോസ് പറയുന്നത്, ഞാൻ മരണത്തിലേക്ക് ഹല്ലേലൂയ ചുവട് വെച്ചുകൊണ്ടിരിക്കുക, പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇത് കെട്ടുകഥയല്ല, ഇത് ഞങ്ങൾ കണ്ടതുകൊണ്ട്, ഞങ്ങൾ തൊട്ടതുകൊണ്ട്, ഞങ്ങൾ അനുഭവിച്ചതിനെ അത്രേ ഞങ്ങൾ പറയുന്നത്. Peter says, even as I approach death, I want to remind you that this is not a story, but it is something that we have witnessed, felt and touched. ഇന്നത്തെ കാലഘട്ടത്തിൽ പല പഠിപ്പീരുകളും ദൈവസഭയ്ക്കകത്തു പോലും ദൈവപ്രവൃത്തിയില്ല, അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ഇത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, അവൻ ഇന്നും ജീവിക്കുന്നു. In this time when you are being questioned about there is no signs and miracles, we want to tell you this is not a made up story, but he lives even today. യേശു മരിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, അത് തോന്നലുകളാന്ന് പറയുന്നവരുണ്ട്. യേശു ചരിത്രത്തിൽ എവിടെയോ ജീവിച്ചിരുന്ന വ്യക്തിയാന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാൻ ഒന്നുണ്ട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു എന്ന് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. When there are people telling this is a story, he did not die, he did not rise, I want to tell you he has rose up, he is alive and he lives today. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ലോകം പറയുന്നതല്ല ഞാനും നീയും വിശ്വസിക്കുന്നത്. നമ്മൾ തൊട്ട ദൈവത്തെ നമുക്കറിയാം, നമ്മളെ തൊടുന്ന ദൈവത്തെ നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്കറിയാം. How many of you can say that I know the Lord that I touch, the Lord that touched me, and to the Lord that we pray to? ലോകം ഇളകി വന്ന് ഇത് റോങ് എന്ന് പറഞ്ഞാലും അനുഭവിക്കുന്നവൻ പറയും, അല്ലെങ്കിൽ സയൻസ് പറയുന്നതല്ല, അല്ലെങ്കിൽ തത്വചിന്തകന്മാർ പറയുന്നതല്ല, ഞങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ ഹല്ലേലൂയ ആർക്കും ഖണ്ഡിക്കുവാൻ കഴിയുകയില്ല. It is not what the world says, it is not what science says, it is what we have experienced and nobody can challenge that. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഇത് കെട്ടുകഥയല്ല. ഹല്ലേലൂയ. ആ മറുരൂപ മലയിൽ ഹല്ലേലൂയ അവിടെ ഇറങ്ങി വന്ന തേജസ് ഞങ്ങൾ മുഖാമുഖമായി കണ്ടതാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞങ്ങൾ തൊട്ടതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട്, അനുഭവിക്കുന്നതുകൊണ്ട്, അതാ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് പത്രോസ് വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. Peter is teaching his believers that he is the same God that we experienced on the Transfiguration Mount and to whom we have experienced and we have felt his touch. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? Praise God. ഹല്ലേലൂയ. നമ്മൾ വെറുതെ വന്നിരുന്ന് പോകുന്നവരല്ല. 2-3 പേർ അവന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആയുടെ മധ്യത്തിൽ ഇന്നും ഇറങ്ങി വരുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലാണ് ഞാനും നീയും. You and I are children of God who is in the midst where 2 or 3 gather, he will be in their midst and he is there. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ ഇങ്ങനെ നിൽക്കുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയതല്ല. I had never imagined in my dreams that I will stand and preach about Jesus. വാസ്തവത്തിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ കാരണക്കാരനാക്കിയത് എൻ്റെ പിതാവാണ്. Whatever happened was because God used my father to do that. കാരണം എൻ്റെ പിതാവ് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ ഹല്ലേലൂയ ഒരു മുതിർന്ന നേതാവും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആദ്യമായി രൂപം കൊള്ളുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിരുന്നു. My father, pastor's father, was one of the first members of the state committee of Bharatiya Janata Party and an RSS activist. എൻ്റെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഭാരതം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്നാണ്. What my father taught us is when we hear about Bharat, India, our blood must boil. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, അതുപോലെ കുഞ്ഞുനാൾ മുതലേ RSSന്റെ ശാഖകളിൽ ഞാനും ജ്യേഷ്ഠനും അല്ലെങ്കിൽ ഈ ശാഖകളിൽ കയറി ഇറങ്ങി നടന്നവരാണ്. My brother and I, we were also very strong activists in the faction. അല്ലെങ്കിൽ പക്ഷേ എങ്ങനെ യേശുവിനെ പ്രസംഗിക്കുന്നവനായെന്ന് ചോദിച്ചാൽ, But if you ask me how did I become a preacher of Christ, എൻ്റെ അപ്പൻ ഒരു കാലഘട്ടത്തിൽ, എൻ്റെ അപ്പൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ നാഗ്പൂർ പോയി OTC ITC എന്ന് പറഞ്ഞ സ്പെഷ്യൽ ട്രെയിനിങ്ങുകളുണ്ട് RSSകാർക്ക് കൊടുക്കുന്ന. അവിടെ ചെന്ന് ട്രെയിനിങ് എടുത്ത് ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ ദേശത്തിൽ ഒരു സുവിശേഷകൻ വന്ന്, ഞങ്ങൾ നായന്മാരൊക്കെ താമസിക്കുന്ന ഇടത്ത് ഒരു സുവിശേഷകൻ വന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളോട് പ്രാർത്ഥന നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്യും. At the time when my father was undergoing a training with this BJP, a minister came to our village and he went house to house dropping tracts and telling, if you have prayers, come and ask us, we will pray for you. എൻ്റെ അമ്മച്ചി ചോദിച്ചു, എടാ ഞങ്ങൾക്ക് 33 കോടി ദൈവങ്ങളുള്ളപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തോട് ഞങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? So my mother asked, when we have millions of God, why should we pray to your one God? എൻ്റെ Your grandmother. ഹല്ലേലൂയ. പക്ഷേ അന്ന് ആ സമയത്ത് എൻ്റെ അപ്പനോട് പറഞ്ഞു, എടാ നീ RSSുമായിട്ട് നടക്കാതെ ഈ മതഭ്രാന്തനെ ഈ ദേശത്ത് നിന്ന് ഓടിച്ചു വിടാൻ പറഞ്ഞു. So she told my father, instead of running behind this thing, chase this man out of our town. അന്ന് എൻ്റെ അപ്പൻ ഒരു വിസിലടിച്ചാൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഓടി വന്ന് ചോദിക്കും, ചേട്ടാ ഞങ്ങൾ എന്ത് ചെയ്തു തരണം? If my father made a sound, youngsters would gather and say, what must we do? ആ സുവിശേഷകനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അയാളെ പിടിച്ചുകൊണ്ടുവന്ന് റോഡിൽ നിർത്തി എൻ്റെ അപ്പൻ ദണ്ഡ കൊണ്ട് ആ മനുഷ്യന്റെ മുതുകിൽ അടിക്കുമ്പോൾ ആ മനുഷ്യൻ താഴെ വീണ് കിടന്ന് അദ്ദേഹം കരയുകയല്ല, അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എന്നെ സുവിശേഷം പറയാൻ സമ്മതിക്കാത്ത ഇവനും ഇവന്റെ തലമുറയും യേശുവിനെ പ്രസംഗിക്കുന്നവരായി മാറണമെന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഇന്ന് ഹല്ലേലൂയ ഈ അമേരിക്കയിൽ വന്ന് യേശു ജീവിക്കുന്ന ദൈവമെന്ന് പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ കാരണമായി തീർന്നത്. When my father called these youngsters and beat up this evangelist, when the man was fallen down, he did not cry. Instead he said, convert this family and make them an evangelist and stand up to preach for you. And that's why I stand in America and preach today. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്നവനെ കൊണ്ട് യേശു ജീവിക്കുന്ന ദൈവമെന്ന് പ്രസംഗിക്കുവാൻ ശക്തനായ ജീവിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് പകലിൽ എനിക്ക് വിവരിക്കുവാനുള്ളത്. How many of you can believe that we serve a God who can change the staunch opponents and make them preachers of the gospel? ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഹല്ലേലൂയ ഏത് മതഭ്രാന്തനെയും ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു പൗലോസിനെ ഒരു ശൗലിനെ പൗലോസാക്കുവാൻ ശക്തനായ ഒരുവന്റെ കരം ഇന്നും ചലിക്കുന്നുണ്ട്. How many of you believe that one prayer can change a person who's an opponent and make him a believer? ഓ ഭാരതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ എൻ്റെ ഹൃദയം പറയും, പ്രതികൂലം അല്ല ഞങ്ങൾ കാണുന്നത്. A great revival is going to happen in India. When we see persecution happen in India, we know that it is not persecution but a revival that is happening. കാരണം ഇന്ന് പ്രതികൂലമായി നിൽക്കുന്നവനെ കൊണ്ട് അത് ഈ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്കറിയാം. We know through our experience that this persecutor can transform and become a preacher. ഓ ഹല്ലേലൂയ. ട്രിവാൻഡ്രത്ത് നടന്ന വലിയൊരു തീവയ്പ് കേസ് മുസ്ലിം ഹിന്ദു ലഹളയിൽ എൻ്റെ പിതാവ് രണ്ടാമത്തെ പ്രതിയായി നിൽക്കുന്ന സമയത്ത് നാട്ടിൽ നിൽക്കാൻ കഴിയാതെ എൻ്റെ പിതാവ് താൽക്കാലികമായി സൗദി അറേബ്യയിലേക്ക് പോകുവാനിടയായി. There was an arson at that time and my father was a prime suspect and he left and went to Saudi Arabia. ആ സൗദി അറേബ്യയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ കാലഘട്ടത്തിലെ ഗൾഫുകാരായി മാറ്റപ്പെട്ടു. And those days we all became Gulf people. എൻ്റെ അപ്പൻ അവിടെ ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചു. My father started business. ഞങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ ഞങ്ങൾ ആ ഉന്നതമായ സാമ്പത്തിക നിലയിൽ ഉന്നതമായ അനുഭവത്തിലേക്ക് ആയി. We all rose up financially. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നു, എത്ര നല്ല ബന്ധുക്കളാണ്, ചാച്ചക്കാരാണ്, നാട്ടുകാരാണ്. കാരണം എന്തും ഞങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഈ രക്തബന്ധങ്ങളെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുമായിരുന്നു. We were so proud of our friends and family because they would ask us about everything before they did it. എത്ര ഭയങ്കര സ്നേഹമാണ്, രാഷ്ട്രീയ ബന്ധങ്ങൾ എല്ലാം ഉണ്ട്, ഇതാണ് സ്വർഗമെന്ന്
ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. All the relations were strong and we thought this is what heaven feels like. പക്ഷേ 1991 ഒരു രാത്രിയിൽ എൻ്റെ അപ്പൻ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ അവർ കൈവശമാക്കി, ഇതെല്ലാം തിരികെ പിടിച്ചിട്ട് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് എൻ്റെ പിതാവിനെ കുറിച്ച് പിന്നെ യാതൊരു അറിവുമില്ല. In 91 we got a call from my father and said they have captured all my businesses, I am returning, and after that we never heard from him. ഏകദേശം 1 മാസമായി 2 മാസം 6 മാസമായി എൻ്റെ അപ്പനെ കുറിച്ച് ഞങ്ങൾ തിരക്കി. എൻ്റെ പിതാവ് ജീവനോടുകൂടി ഉണ്ടെന്നുള്ളൊരു തെളിവ് പോലുമില്ല. It was many months and then we had no clue if he was alive. അത് മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ആ സമയങ്ങളിൽ എൻ്റെ അപ്പൻ നാട്ടിൽ വന്നും പോയും ഒക്കെ നിൽക്കുമ്പോൾ പല ബാങ്കുകളിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടി കാശ് ലോണായിട്ടൊക്കെ എടുത്തിരുന്നതെല്ലാം അടവുകൾ മുടങ്ങി ബാങ്കുകാർ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. And later, we were all the businesses lost. We were unable to pay the loan and the banks were coming and chasing us. അന്ന് ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഓടി പൂജാരിമാരുടെ മാന്ത്രികന്മാരുടെ അടുക്കലേക്ക് ഓടിപ്പോകും. Those days when we had trouble, we would run to the temple priests and magicians. ഞങ്ങളുടെ ജാതകങ്ങളുമായി മാന്ത്രികന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മേൽ കണ്ടക ശനിയാണ്, കണ്ടക ശനി എന്ന് പറഞ്ഞാൽ കൊണ്ടേ പോകുന്ന. So we would take our life and horoscopes and they said it was a bad horoscope. അത് മാത്രമല്ല, എൻ്റെ അപ്പൻ്റെ ജാതകം പരിശോധിച്ചപ്പോൾ അതിനകത്ത് കണ്ടത് എൻ്റെ പിതാവിന് അതുവരെ ജാതകമുള്ളൂ എന്ന് പറഞ്ഞാൽ അതുവരെ ആയുസ്സുള്ളൂ. So according to the horoscope, my father's life would have ended at that time. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിന്റെ അപ്പൻ ജീവനോടെ ഇല്ല, നിന്റെ പിതാവ് പരലോകത്തിലാണ്. So they said your father must be dead, he must be in the next life. എൻ്റെ ബന്ധുക്കൾ പലരും സൗദി അറേബ്യയിലുണ്ട്. അവരെല്ലാം തിരക്കിയിട്ട് പറഞ്ഞു, ഇനി നിന്റെ അപ്പനെ അന്വേഷിക്കേണ്ട, ആ മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. Our relatives searched in Saudi Arabia and they said such a man is not alive. എന്നാൽ 91 തുടങ്ങി 93 അവസാനം വരെ ഞങ്ങൾ പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല, ക്ഷേത്രങ്ങളില്ല, ഞങ്ങളുടെ വീട്ടിൽ വരാത്ത പൂജാരിമാരില്ല, മാന്ത്രികന്മാരില്ല. പക്ഷേ അവരെല്ലാവരും അതിന് പിന്നെയും കടം വാങ്ങി ഞങ്ങൾ ഇതിനകത്തു നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള വഴികൾ അന്വേഷിച്ചു നടന്നു. We continued to search for him, visiting holy places and temples and paying money for the pujas and everything, but no avail. ഈ 93 അവസാനമാകുമ്പോൾ എൻ്റെ വീട്ടിനകത്തൊരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ല. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവമായി വീട്ടിനകത്ത് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അടഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇനി എന്താണ് മാർഗമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. By the end of 93 we had no food, our education was stopped and it was hopeless. ഒരു ബന്ധുക്കൾ പോലും അന്വേഷിച്ചു വന്നില്ല. No relatives came seeking us. ഞങ്ങൾ വിശന്ന് തളരുമ്പോൾ പലപ്പോഴും ബന്ധുക്കളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ മുഖം വീർപ്പിച്ച് കാണിക്കുമായിരുന്നു. When we were hunger and fainting, our relatives turned us away. അന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ ഞങ്ങളെയല്ല സ്നേഹിച്ചത്, ഞങ്ങൾക്കുണ്ടായിരുന്ന പണത്തെയാണ്. We realized that they did not love us, but they loved the money that we had. അതുകൊണ്ട് ഇന്ന് പകലിൽ എനിക്കൊന്ന് പറയാൻ കഴിയും, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നല്ല ബന്ധുക്കളുണ്ടാകാം, ചാർച്ചക്കാരുണ്ടാകാം, നാട്ടുകാരുണ്ടാകാം, കൂട്ടുകാരുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ലൈഫിനകത്തൊരു കഷ്ടത വരുമ്പോൾ തിരിഞ്ഞു നിന്ന് പരിഹസിക്കുകയും കല്ലെറിയുകയും അല്ലാതെ ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിത്തരുവാൻ ഒരു മനുഷ്യനെയും കാണുകയില്ല എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയും. I can stand and tell you in my experience that you may have relatives, but when troubles come, they may despise you and mock you and not help you. ഞങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ അവർ പറയും, അയ്യോ ശാപം പിടിച്ചവരാ, ഇവരെ സഹായിച്ചാൽ നമുക്കും ഈ ശാപം വരുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ ജീവിതത്തിൽ ഇതുപോലെ തകർന്ന അനുഭവങ്ങളില്ല. We have been so broken, we would go to them and they would shut the doors and say, you are cursed, and if we would help you, we would curse. എൻ്റെ അമ്മ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പൂജാ റൂമിൽ കയറിയിരുന്ന് നിലവിളിച്ച് കരയും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അവർക്കൊരു ഭാവി ഉണ്ടാകുമോ? അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി, അവർക്ക് ഞാൻ എന്ത് ആഹാരം കൊടുക്കുമെന്ന് നിലവിളിച്ച് കരയുന്നത് കണ്ട് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ അമ്മ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയും, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഈ കടക്കാരെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? My mother would wake up every day and go to this puja room and pray and hug us every morning that we are so helpless. How can we face these banks who are chasing us? ആൾക്കാർ നോക്കുമ്പോൾ ഗൾഫുകാരൻ്റെ വീടുണ്ട്, വസ്തുവുണ്ട്, വസ്തുവകകളുണ്ട്, അവരുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാം ഉള്ളവരെ പോലെ. പക്ഷേ വീട്ടിനകത്തൊരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ കരയുന്ന ഞങ്ങളെ കാണുവാൻ ഒരു ദൈവങ്ങളും ഇറങ്ങി വന്നില്ല. When outside they saw a house, but they did not know what was happening inside, and no gods came down and helped us. ബാങ്കുകാർ വന്ന് 1994 ജനുവരി മാസത്തിൽ ബാങ്കുകാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ടൈം കഴിഞ്ഞു, ഇനി ഞങ്ങൾ വരുന്നത് അടുത്ത 15 ദിവസത്തിനകം വന്ന് നിങ്ങളുടെ വീട് ഞങ്ങൾ ജപ്തി ചെയ്യും, നിങ്ങളെ ഞങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് പുറത്താക്കും.
So the banks came in 94 and said, you have 15 days to pay it. If not, we will throw you out and seize the house. അന്ന് എൻ്റെ അമ്മ അവർ പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നമ്മളെ പുറത്താക്കിയാൽ ഒരു മനുഷ്യൻ പോലും നമ്മെ വീട്ടിൽ കയറ്റില്ല, അതിനേക്കാൾ നല്ലതിനെ അവർ ജപ്തി ചെയ്യാൻ വരുമ്പോൾ മക്കളെ നമുക്കിതിനകത്ത് ആത്മഹത്യ ചെയ്യാം, അവർ നമ്മുടെ ജഡം കണ്ടാൽ മതി. So my mother said, we have nowhere to go. If the bank sees the house, when they come, let us do suicide. നിങ്ങൾ ഒരുപക്ഷേ ഈ അടുത്ത നാളുകളിൽ പത്രത്തിലോ അല്ലെങ്കിൽ മീഡിയയിലൂടെ കണ്ടു കാണും, ഒരമ്മ തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ച ഒരു അനുഭവം നിങ്ങൾ കേട്ട് കാണും. ഒരുപക്ഷേ ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നതിന് പകരം അതുപോലെ അല്ലെങ്കിൽ മരിച്ചു എന്ന വാർത്തയാണ് വരേണ്ടിയിരുന്നത്. Recently you must have read about the news of a mother taking her kids and killing themselves in front of a train. My situation would have been similar if not. പക്ഷേ അന്ന് അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അന്ന് എനിക്ക് 16 വയസ്സാണ്. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ എവിടെ നിന്നെങ്കിലും പോയി വിഷം മേടിക്കുവാൻ പോലും കാശില്ല, ഏതെങ്കിലും വിഷക്ക എടുത്തുകൊണ്ട് വാ, അത് ഇടിച്ചു പിഴിഞ്ഞു കുടിച്ച് ഇന്ന് രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. My mother told me, and I was 16 at that time, go and get some poison. We didn't have money to buy poison, so get some poisonous seeds, let us kill ourselves. മരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ മുമ്പിൽ യാതൊരു സാധ്യതകളുമില്ല. ആ അന്നത്തെ ആ ബാധ്യതകൾ തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുപോലെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. Not that we had the desire to kill ourselves, but the financial burdens were so large we couldn't meet it. അന്ന് ഞാൻ വിഷം അന്വേഷിച്ച്, എനിക്കറിയാം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അക്കരെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ മഞ്ഞ അരളിയുണ്ട്, അതിൻ്റെ കായോ വേരോ കഴിച്ചാൽ മരിക്കുമെന്ന് എനിക്കറിയാം. So we knew that across the house there is a poisonous tree, and if you consume its seed we would die. അതെടുക്കാൻ ഞാൻ ഒരു വയൽവരമ്പിലൂടെ അക്കരെ ഗ്രാമപ്രദേശത്തിലേക്ക് നടക്കുമ്പോൾ, so as I was walking towards this tree, എനിക്ക് ഓപ്പോസിറ്റായി ഒരു ക്രൈസ്തവ സഹോദരൻ, അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാ, അദ്ദേഹം എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു, ഷിജു എവിടെ പോവാ? ഞാൻ പറഞ്ഞു, അക്കരെ ഒരാളിനെ കാണാനായിട്ട് പോവാ. As I was walking, a man walked opposite me, a Christian friend of mine. He asked me, where are you going? അദ്ദേഹം എന്നെ കടന്നുപോയി. So he passed by me. പെട്ടെന്ന് ഇദ്ദേഹം എന്നെ വിളിച്ചു, ഷിജു ഒരു മിനിറ്റ് നിൽക്കി, ഒരു കാര്യം നിന്നോട് പറയുവാനുണ്ട്. Suddenly he turned around and said, stop, I need to tell you something. അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഷിജു നിന്നെ കടന്നു പോകുമ്പോൾ എൻ്റെ അകത്തൊരു തള്ളൽ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? ഞാൻ പറഞ്ഞു, പറ, വേഗം പറയാ എന്ന് പറഞ്ഞു. So he said, as you walk by, something I felt in my heart and I want to tell you something. ആ സഹോദരൻ എൻ്റെ കൈക്ക് പിടിച്ചു ഇങ്ങനെ പറഞ്ഞു, വാസ്തവമായി യേശു നിന്നെ സ്നേഹിക്കുന്നു. He held my hand and he said, Jesus loves you truly. ഒരു തവണയല്ല, മാറി മാറി അവൻ എൻ്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, യേശു കർത്താവ് നിന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു. He held my hand and shook it and repeatedly said, Jesus truly loves you. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുവാൻ മടിക്കാത്തതിന്റെ കാരണം? Why am I not hesitant to preach about him? ഞാൻ യേശുവിനെ തേടിപ്പോയതല്ല, തകർന്നവനെ തേടി വയൽവരമ്പിൽ ഇറങ്ങി വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന ദൈവം. It is not I who searched for him, but he came searching for me in the fields and he said, I love you. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്നും ആ കർത്താവിന്റെ പ്രവൃത്തിയെ സ്റ്റോപ്പ് ചെയ്യുവാൻ ഒരു മതസംഘടനകൾക്കും കഴിയില്ല? കാരണം അവൻ തകർന്നവനെ അന്വേഷിച്ച് ഏത് താഴ്ചയിലും ഇറങ്ങിച്ചെല്ലുന്ന ദൈവം. No religious organizations can stop him coming and lift the broken hearted. ഈ ദൈവം എൻ്റെ ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല, വർണ്ണം ചോദിച്ചില്ല. അവൻ പറഞ്ഞു, ആർക്കും വേണ്ടാത്തതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. He did not ask me my religion, my caste. He came searching for the rejected and he chose me. ലോകത്തിന് വേണ്ടാത്തതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ഒരു ദൈവം. What the world despises, that God selects. ബന്ധുക്കൾക്ക് വേണ്ടാത്തതിനെ അന്വേഷിച്ചു വരുന്ന ദൈവം. What the world rejects, he searches for it. മതത്തിന്റെ മുമ്പിൽ പാപി എന്ന് മുദ്രകുത്തിയവനെ, ശാപം നിറഞ്ഞവനെ രക്ഷിക്കുവാൻ താഴേക്ക് ഇറങ്ങി വന്ന ദൈവം. A God who came down searching for the rejected and despised. വചനം പറയുന്നു, അവൻ നീതിമാന്മാരെ രക്ഷിപ്പാനല്ല, നഷ്ടപ്പെട്ടു പോയതിനെ, തകർന്നതിനെ, ആർക്കും വേണ്ടാത്തതിനെ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. The Son of Man came searching not for the righteous but the broken and the sinner. പക്ഷെ അന്ന് എനിക്ക് ഈ സഹോദരൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതല്ല മനസ്സിനകത്ത് വന്നേ, ചാകാൻ നേരത്ത് അവന്റെ മതപരിവർത്തനം എന്ന് ചിന്തിച്ചു. At that time when he told me, I was telling, I'm going to die, and that's the time he's trying to convert me.
ഞാൻ അവന്റെ കൈ തട്ടി മാറ്റി ഞാൻ മുമ്പോട്ട് പിന്നെയും നടന്നു. I pushed his hand away and continued my walk. ആ വിഷം കിട്ടുമെന്ന് പറയുന്ന വീടിന് ഏകദേശം 50 മീറ്റർ മുമ്പിൽ ഞാൻ എത്തുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ ഏതു മതസ്ഥനുമാകട്ടെ, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. I was 50 meters away from this house. I heard a voice in me, no matter what religion you are, my Jesus can save you. ഞാൻ നോക്കി ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്. I searched where this voice came from. ഒരു ചെറിയൊരു ഷെഡ്, ഓല കൊണ്ട് മേഞ്ഞ ഒരു ഷെഡ്, ആ ഷെഡിനകത്ത് നിന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. I saw a hut over there, a straw hut, and the man said, any curse can be relieved by Jesus. ദൈവം ഒരുവനെ പദ്ധതിയിട്ടാൽ ആരുടെയൊക്കെ കൈതട്ടി മാറി ഓടിയാലും അവൻ പുറകെ പിന്തുടർന്ന് പിടിക്കുന്ന ജീവിക്കുന്ന ദൈവം. If God makes a plan, he will pursue you and he will make it happen. ഓ ഹല്ലേലൂയ. ശാപത്തെ മാറ്റാൻ യേശുവിന് കഴിയുമെന്ന് പറഞ്ഞപ്പോ എൻ്റെ അകത്ത് തോന്നിയത്, കഴിഞ്ഞ 4 വർഷമായി ശാപം മാറാൻ പൂജകളും മന്ത്രവാദികളും പൂജാരികളുമായി നടന്ന ഞങ്ങളോട് എല്ലാവരും പറഞ്ഞത്, ഇത് നിങ്ങളുടെ തലയിലെഴുത്താണ്, വിധിയാണ്, ഇത് ജാതകമാണ്, നീ ജനിച്ചപ്പോഴേ ഇത് എഴുതി വെച്ചിരിക്കുന്നു, ഇതിൽ നിന്ന് മാറ്റുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ ശബ്ദം പറയുകയാണ്, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. The last 4 years, everyone said it is your fate, you are cursed, there is no hope. But here is a sound that says your fate can be changed. ആ ഹോളിനകത്തേക്ക് ഞാൻ കയറി. I entered into that hall. എൻ്റെ ലൈഫിനകത്തെ ആദ്യമായി ഒരു ക്രിസ്ത്യൻ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. It's the first time in my life I entered a Christian meeting. അവിടെ ഒരു പ്രയർ നടക്കി. ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, നിന്റെ ആ വിഷയത്തെ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക്, ഈ യേശു ഒരു അത്ഭുതത്തെ ചെയ്യും. The preacher said, no matter what your problem is, call upon the name of Jesus and he will solve it. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എടാ 33 കോടി ദൈവങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണോ ക്രിസ്ത്യാനികളുടെ ബലഹീനനായ ദൈവത്തിന് ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? There are 5 billion gods that I have. What can this one God do for me? I thought. അവിടെ എല്ലാവരും ശക്തമായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. Everyone was standing and praying ഞാൻ strongly. ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഒരു ക്രിസ്ത്യനാണ്. എനിക്ക് അന്ന് കണ്ണടയ്ക്കണമെന്ന് അറിയില്ല. ഞാൻ തൊഴുതുകൊണ്ട് പലപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോൾ തൊഴുതു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തൊഴുതു നിന്ന് ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവേ, ഈ അവസാന നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? I stood at the back of the prayer meeting and standing prostrate and asked, you Christian God, what can you do for me in this end moment? അതൊരു പ്രാർത്ഥനയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഹൃദയം നുറുങ്ങിയവന്റെ ഹല്ലേലൂയ ഞരക്കങ്ങളെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവം. I do not know if it was a prayer, but he is a God who listens to the brokenhearted. ഹല്ലേലൂയ. ഒരു നിമിഷം ഞാൻ കണ്ടത്, ആ ഹോളിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അത്ഭുത പ്രകാശം ഞാൻ കണ്ടു. I saw a divine light enter into that അത് hall. എനിക്ക് നേരെ വന്ന് എൻ്റെ നെറ്റിയിൽ ഇടിക്കുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ രണ്ടായി കീറി മാറുന്നത് പോലെ എൻ്റെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. I felt the light come and hit me on my forehead and split me into 2 halves. ആ ഒറ്റ നിമിഷത്തിൽ ഞാൻ വാവിട്ട് കരയുവാൻ തുടങ്ങി. In that moment I wailed out. ഓ ഹല്ലേലൂയ. ഞാൻ യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എന്ന് വാ തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. I cried out and prayed, save me and my family. ഓ ചില നിമിഷങ്ങൾക്കകത്ത് ഞാൻ അനുഭവിച്ചത്, എൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്ന സംതിങ് ബബ്ലിംഗ് ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവിക സമാധാനം ഞാൻ തിരിച്ചറിഞ്ഞു. I felt a divine peace that bubbled within my heart. ഹല്ലേലൂയ. എൻ്റെ അകത്തേക്ക് കർത്താവ് ഒന്നാമതായി തന്നത് ആ നിത്യ സമാധാനത്തെ എൻ്റെ ഉള്ളിലേക്ക് ഇട്ടു തന്നു. The first thing he gave me was the divine peace. ഏത് പ്രതികൂലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയും യേശുവിന്റെ അടുക്കൽ വന്നാൽ യേശു ഒന്നാമതായി ചെയ്യുന്നത് ലോകം തരാത്ത സമാധാനം എന്റെയും നിന്റെയും അകത്തേക്ക് ഇട്ടുതരും. The first thing our God gives is a divine peace within us. ഒരു ദൈവപൈതലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവന് രോഗം വരാം, കഷ്ടത വരാം, ദുഃഖം വരാം, പ്രശ്നം വരാം, പ്രതികൂലം വരാം. പക്ഷേ ഇതിനൊന്നിനും എൻ്റെ അകത്ത് സ്വർഗമിട്ട സമാധാനത്തെ കെടുത്തിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാ നമ്മൾ പിന്നെയും എഴുന്നേറ്റ് വരുന്നത്.
The specialty of a child of God is this: you may be sick, you may have troubles, but nothing can extinguish the divine peace He's put in your heart. ലോകക്കാർക്കൊരു വിഷയം വന്നാൽ അവൻ തീർന്നു എന്ന് ചിന്തിക്കും. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതൽ ഹല്ലേലൂയ അവൻ പറയും, ഇതിനൊന്നിനും എൻ്റെ അകത്ത് സ്വർഗമിട്ട സമാധാനത്തെ ഹല്ലേലൂയ സ്പർശിക്കുവാൻ കഴിയുകയില്ല. The worldly man may think everything is finished, but a child of God says nothing can extinguish my peace. ആ സമാധാനം അനുഭവിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? How many here are experiencing that peace? അതുകൊണ്ടാ വചനം പറയുന്നത്, നീ തീയിൽ കൂടി കടന്നുപോയാലും തീക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല. വെള്ളത്തിൽ കൂടി പോയാൽ വെള്ളത്തിൽ നീ താണു പോകയില്ല. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചു നല്ല കർത്താവിനെ Praise him. How many? The word says, if you walk through the fire cannot devour you, the waters cannot drown you. നമ്മൾ പുറത്തു വരും. We will come outside. നമ്മൾ ദഹിച്ചു പോകയില്ല. We will not be consumed. നമ്മൾ അതിനെ ഓവർകം ചെയ്യും. We will overcome. നമ്മൾ ആ ജയം കാണും. We will see the victory. കാരണം എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന നിത്യ സമാധാനം. There is a divine peace in you. പിശാചേ, നിനക്ക് തൊടാൻ കഴിയാത്ത നിത്യ സമാധാനം. Oh, you Satan, you cannot touch this peace. അന്ന് ഹല്ലേലൂയ ആരാധന അവസാനിപ്പിച്ച് ആശീർവാദം പറയണമെന്ന് എനിക്കറിയില്ല. അത് ഇതിന്റെ അകത്ത് എനിക്ക് ചിലത് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വിഷമന്വേഷിച്ചല്ല നേരെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. I did not know when the prayer ended, but I changed my route. Instead of searching for poison, I went back home. എന്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, എടാ വിഷം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, വിഷം കിട്ടിയില്ല. വിഷം അന്വേഷിച്ചു പോയവന് വിഷം നൽകി മടക്കി വിടുന്ന ജീവിക്കുന്ന ദൈവം. My mother asked me, where is the poison? I said, instead of poison, I found my vision. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമ്മെ രക്ഷിക്കാൻ ഒരു ദൈവത്തിന് കഴിയും. I told my mother, there is a God who can save us. ഞാൻ പറഞ്ഞു, യേശുവിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയും. I told Jesus can save us. എന്ന് ഞാൻ ശുശ്രൂഷകനായെന്ന് ചോദിച്ചാൽ, എന്ന് ഈ കർത്താവിനെ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഇന്നു വരെ എനിക്കൊന്നേ പറയാനുള്ളൂ, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ഒരേ ഒരു നാമം മാത്രം, അത് യേശു എന്ന നാമം. From the day I found him, my priestess, there is no other name under heaven and earth through which you have salvation but the name of Jesus. Hallelujah. Hallelujah. എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചു, ശ്രീജു ഓടിവാ, ഇവനെന്തോ പിച്ചുമ്പയും പറയുകയാ. My mother called my elder brother, come fast, your younger brother is talking madness. എൻ്റെ സഹോദരൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താടാ നിനക്ക് പറ്റിയ? ഞാൻ പറഞ്ഞു, ഈ ഒരു യേശുവുണ്ട്, യേശുവിനെ നമ്മെ രക്ഷിക്കും. My brother asked me, what is wrong with you? And I told him, there is a Jesus who can save us. Hallelujah. ഇവരെല്ലാം ഇന്ന് ശുശ്രൂഷക്കാരാ. They're all ministers today. Hallelujah. എൻ്റെ സഹോദരൻ പറഞ്ഞു, അന്ന് പറഞ്ഞു, ഇവനെ ഏതോ പെന്തക്കോസ്തുകാർ പിടിച്ചുകൊണ്ട് പോയി കണ്ണടയ്ക്കാൻ പറഞ്ഞ് മയക്കുമരുന്ന് ഇൻജെക്ട് ചെയ്തു, അതാ ഇവൻ പിച്ചുമ്പയും പറയുന്നേ. My brother said the Pentecostal have taken him and drugged him, and that's why he's talking nonsense. ഇവനെ ഇനി പുറത്തു വിടണ്ട, നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പോയി വിഷം അന്വേഷിച്ചു കൊണ്ടുവരും, നമ്മൾ നാളത്തെ ദിവസം മരിക്കും. So he told, lock him up, tomorrow I will go search for the poison and we will die. പിറ്റേ ദിവസം രാവിലെ വാതിൽക്കൽ മുട്ടുകെട്ട് വാതിൽ തുറക്കുമ്പോൾ അവിടെ അന്ന് ആ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ ദാസൻ വാതിൽക്കൽ മുറ്റത്ത് നിൽക്കുക. Next day we heard a knocking on the door. When we opened the door, that same preacher was standing outside. Hallelujah. എൻ്റെ സഹോദരൻ ചോദിച്ചു, നിങ്ങളല്ലേ എൻ്റെ സഹോദരനെ മയക്കുമരുന്ന് ഇൻജെക്ട് ചെയ്ത് അവനിതാ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് നടക്കുക. My brother asked him, did you not inject my brother with drugs? He is talking nonsense. അന്ന് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് വിരുദ്ധമായി അന്നറിയാവുന്ന അന്യഭാഷയൊക്കെ പറഞ്ഞു. He told my brother cursed him in as many ways. പക്ഷേ ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, അമ്മേ, എൻ്റെ അമ്മയോട് പറഞ്ഞു, ആന്റിയോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. That preacher responded to my mother, I want to tell you one thing. ദൈവം എന്നെ അയച്ചത് നിങ്ങളോട് ചില ആലോചനകൾ പറയാനാണ്. God has sent me with a special message for you. മുറ്റത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാതാവേ മരിക്കണ്ട, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. And he said, mother, do not die, there is a Jesus who can save you.
ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില വിഷയങ്ങളെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അകത്തേക്ക് കയറി വാ, നാട്ടുകാർ കേൾക്കണ്ട, അകത്തേക്ക് കയറി വാ. അല്ലെ, എന്താ നിന്റെ ദൈവത്തിന് പറയാനുള്ളത്? When the preacher started telling the things personal to us, she called him inside and told, what is it your God want to tell us? അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നു. He started praying and everything was specific to about our life ആ situation. പ്രാർത്ഥനയുടെ അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, ഇവരുടെ അപ്പൻ മരിച്ചുപോയെന്ന് ലോകം പറയുന്നു, പക്ഷെ നീ പറയുകയാണല്ലോ ഈ പിതാവിനെ ജീവനോടെ മടക്കിക്കൊണ്ടുവരുമെന്ന്, അതിനായി സ്തോത്രം പറഞ്ഞു. He said, the world is saying her father is dead, but I know that you will bring him back alive. ആ മനുഷ്യൻ പ്രാർത്ഥന നടത്തിയപ്പോൾ അമ്മ ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞേ? 4 വർഷമായി ആ മനുഷ്യനെ കുറിച്ച് ഒരു അറിവുമില്ല, നിങ്ങൾ പറയാ ജീവനോടെ ഉണ്ടെന്ന്, ഇത് വാസ്തവമോ? When he finished praying, my mother asked, 4 years we have not heard from him. Are you telling the truth? Is he alive? ആ മനുഷ്യൻ ആ അഭിഷിക്തൻ ഒരു ന്യൂ ടെസ്റ്റമെന്റ് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മാതാവേ, നിന്റെ കുഞ്ഞുങ്ങളുമായി ഒരാഴ്ച യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ഈ യേശു ഒരാഴ്ചക്കകത്ത് ഈ കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയുമെന്നൊരു അടയാളം നിനക്ക് കാണിച്ചു തരും. The preacher, anointed man, gave a Bible, New Testament to my mother and said, pray for 1 week and you will see miraculous ആ signs. മനുഷ്യൻ കടന്നുപോയപ്പോ അമ്മ പറഞ്ഞു, എന്റെ അകത്ത് വലിയൊരു സമാധാനം. When that man left, my mother said, I am feeling peace in me. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാ എനിക്ക് ഇന്നലെ ഉണ്ടായത്. I replied, this is what I felt yesterday. അന്ന് വൈകുന്നേരം ഈ ന്യൂ ടെസ്റ്റമെന്റ് എടുത്തു തുറന്ന് അതിൽ ഞങ്ങൾ വായിക്കാൻ തുടങ്ങി. അതിനകത്ത് കാണുക, ഇന്നയാളെ ജനിപ്പിച്ചു, ഇന്നയാളെ ജനിപ്പിച്ചു. അമ്മ ചോദിച്ചു, ഇതിനകത്ത് മുഴുവൻ ജനിപ്പിക്കുന്ന ചരിത്രമേ ഉള്ളൂ. We opened the New Testament and started reading the genealogy, and my mother asked, is it all about birth in this book? അന്ന് ഇത് ബൈബിളൊന്നും വായിച്ചൊന്നും മനസ്സിലാകില്ല. We did not understand much when we പക്ഷെ read. ഞങ്ങൾ അത് പ്രാർത്ഥിക്കാൻ അറിയില്ല. വിളക്ക് കത്തിച്ചു വെച്ച് രാമനാരായണം ചൊല്ലുന്നതിന് പകരം, യേശുവേ, എന്നെ ഞങ്ങളുടെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. We did not know how to pray, but we lit the lamp, and instead of praying, we started saying, Jesus, can you save us? 4-ാമത്തെ ദിവസം അടുത്ത വീട്ടിൽ ഫോൺ വന്നു. ഹല്ലേലൂയ, അമ്മയ്ക്ക് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ ചെന്ന് ഫോൺ എടുക്കുമ്പോൾ, 4 വർഷമായി മരിച്ചു മണ്ണടിഞ്ഞു പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ ശബ്ദം ഹല്ലേലൂയ ജീവനോടെ ഉണ്ടെന്ന് ഈ കർത്താവ് തെളിയിച്ചു. 4 days later, the phone rang in my neighbor's house. My mother answered, and my father, who was dead for 4 years, spoke and proved that God is alive. ജയിലിനകത്ത് മറഞ്ഞു കിടന്ന എൻ്റെ അപ്പനെ പ്രാർത്ഥനയിൽ പൊക്കിക്കൊണ്ടുവന്ന സർവശക്തനായ ദൈവം, A forgotten dad who was in the prison, that the prayer brought him forward. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, വിളിക്കുക, ഉപദേശി വിളിക്ക്. അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ മനുഷ്യനെ വിളിക്ക്. My mother said, call that preacher. As he said, it happened. ആ ദൈവദാസൻ വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എൻ്റെ ഭർത്താവിനെ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഹല്ലേലൂയ, അത് മതി ഞങ്ങൾക്ക്. My mother said, just as you said, who we thought was dead is come back alive. That is good enough for us. അന്ന് അമ്മ പറഞ്ഞു, ഞങ്ങൾ ഈ ദൈവത്തിന് എന്താണ് ചെയ്യേണ്ടത്? എണ്ണ തന്നാ മതിയോ? ഫാൻ മേടിച്ചു തന്നാ മതിയോ? അല്ലെ കൺവെൻഷൻ നടത്തിയാൽ മതിയോ? അന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു പള്ളി എന്ന് പറയുന്നത് തിരുവനന്തപുരം പാളയം പള്ളിയാ. ആ പള്ളിയിൽ പോയി ഉരുണ്ടാ മതിയോ? So we asked, what can we do in return? Should we give an oil? Should we go and prostrate and roll in the church? പക്ഷെ ആ ദൈവദാസൻ പറഞ്ഞു, നിന്റെ നേർച്ചയിലും കാഴ്ചയിലും പ്രസാദിക്കുന്നവനല്ല ഈ ദൈവം. ഈ ദൈവത്തിന് വേണ്ടത് നിന്നെയാണ്, നിന്റെ ഹൃദയമാണ് യേശുവിന് വേണ്ടത്. The man replied, my God does not want your offerings, but he wants your heart. ഹല്ലേലൂയ. ആ മനുഷ്യൻ യേശു എന്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു. ഞങ്ങൾ ഹല്ലേലൂയ ആ നാഥനെ, ആ രക്ഷകനെ 1994 ജനുവരി മാസം 19-ാം തീയതി ആ അഭിഷിക്തന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി ഈ കർത്താവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവും വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി തീർന്നു. On January 1994, we accepted our Lord as our Savior, Lord and Redeemer. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഇടത്ത് ഒരുവൻ ഞങ്ങളെ തേടി ഇറങ്ങി വന്നു. When we had lost every hope, one God came searching for us. അന്ന് ഞങ്ങൾ ആ ഞായറാഴ്ചയിൽ ഏത് വഴിയിലൂടെ വിഷമൻ രക്ഷിച്ചു പോയോ അതേ വഴിയിലൂടെ ആ ന്യൂ ടെസ്റ്റമെന്റ് പിടിച്ച് ഞാനും എൻ്റെ അമ്മയും സഹോദരനുമായി ആ ചെറിയ കൂട്ടായ്മയ്ക്കകത്ത് ചെന്നിരുന്ന് അവരോടൊപ്പം എന്തതിശയമേ എന്ന പാട്ടുപാടി ആരാധിച്ചത് മറക്കാൻ കഴിയുകയില്ല. The same road that we took to
buying the poison. Next Sunday we went to the church and we sat there and worshiped. What a miraculous God you ആരാധന are. കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോ വീട്ടിന്റെ മുറ്റത്ത് മരണവീട് പോലെ ചില ആൾക്കാർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. When we returned back, there was relatives standing in front of our house like in a funeral home. ഞങ്ങൾ ചർച്ചിലേക്ക് പോയത് ഒറ്റ നിമിഷം കൊണ്ട് നാട്ടുകാർ അറിഞ്ഞു, ദേശക്കാർ അറിഞ്ഞു, എന്റെ RSSന്റെ നേതാക്കന്മാർ അറിഞ്ഞു. രാമചന്ദ്രൻ നായരുടെ വീട്ടിൽ ഏതോ ക്രിസ്ത്യാനികൾ വന്നു. അവർ പള്ളിയിൽ പോയി അവനെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. So the politicians and the religious activists, they knew we had gone to the church and they were here to attack us. അന്ന് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തു, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ അവരുടെ മധ്യത്തിൽ എൻ്റെ അമ്മ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്ന് പറഞ്ഞു, ഞങ്ങൾ അല്ലെങ്കിലും മരിക്കാനിരിക്കുകയായിരുന്നു, എന്നാൽ ഞങ്ങളെ തേടി നിങ്ങൾ വന്നില്ല. ഞങ്ങൾ പട്ടിണി കിടന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിങ്ങൾ വന്നില്ല, അവരുടെ ഭാവി എന്തെന്ന് ചോദിക്കാൻ വന്നില്ല. പക്ഷേ ഞങ്ങളെ തേടി ഞങ്ങൾ അന്വേഷിക്കാത്ത ഒരുവൻ വന്നു. അവന്റെ പേര് യേശു ക്രിസ്തു എന്ന. ഇനി ഞങ്ങൾക്കൊരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങളുടെ കഷ്ടതയിൽ ഇറങ്ങി വന്ന അവൻ മാത്രമേ ഞങ്ങൾ സേവിക്കൂ. When they threatened to kill us, my mother stood boldly and said, we were in trouble. Nobody turned and looked at us, but Jesus came searching for us. From today, if we live for Jesus only. അന്ന് മുതൽ ഇന്ന് വരെ ഈ യേശുവിന്റെ സാക്ഷികളായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കും. From that day onwards, we have been testifying Jesus. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. In the last 2 days, I have shared the miracles He's done in our lives. ഞങ്ങൾക്കെതിരായ കേസുകൾ, വഴക്കുകൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, RSSകാർ കൊല്ലാൻ ശ്രമിച്ചു, BJPക്കാർ ബോംബിടാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ മധ്യത്തിലെല്ലാം ഈ തമ്പുരാൻ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ അന്ത്യത്തോളം നടത്തുന്ന ദൈവം. അവൻ ഞങ്ങളെ കണ്ണിൻ മണി പോലെ. We faced a lot of threats, opposition, cases, but He preserved us like the apple of the eye. എന്റെ പിതാവ് മടങ്ങി വന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്ന് ആ നാട്ടുകാർ പീഡിപ്പിച്ചതിനേക്കാൾ ഇരട്ടിയായി അത് ഞങ്ങളെ പീഡിപ്പിച്ചു. My father returned and he persecuted us more than the town. പക്ഷെ 2000-ൽ എന്റെ അപ്പൻ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാനായി നിർബന്ധിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. In 2000 we forced him to a meeting. എന്റെ അപ്പൻ പറഞ്ഞു, ആ മീറ്റിംഗ് ഞാൻ വരാം, ഈ ദൈവം എന്നെ തൊട്ടാൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടും, തൊട്ടില്ലേ നിങ്ങൾ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. He said, I will come to the meeting on one condition, I must feel the touch, otherwise you must go back with me to our religion. പക്ഷെ ആ മീറ്റിംഗിൽ ദൈവത്തിന്റെ ശക്തി എന്റെ അപ്പന്റെ മേൽ ഇറങ്ങി വന്നു. But in that meeting the power of God descended on my father. രാമചന്ദ്രൻ നായർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. Ramachandran Nair accepted Jesus as personal പരിശുദ്ധാത്മാവിന്റെ savior. ശക്തി എന്റെ അപ്പന്റെ മേൽ ഇറങ്ങി വന്നു. The Spirit of God came down upon him. എന്റെ അപ്പൻ സ്നാനം സ്വീകരിച്ചു. He took a baptism. എന്റെ അമ്മയും അപ്പനും ഒരുമിച്ച് സ്നാനപ്പെട്ടു. My father and mother took baptism എന്റെ together. ഭവനത്തിലേക്ക് മടങ്ങി വന്നു. We returned back home ഈ together. സർവശക്തനായ ദൈവം ഞങ്ങളെ മുഴുവൻ കുടുംബത്തെയും യേശുവിനെ പ്രസംഗിക്കുന്നവരാക്കി മാറ്റി. He transformed all of us to be preachers of Him. ഒറ്റ അഭിഷിക്തന്റെ മേൽ വീണ ആ ഒരു ദണ്ഡ കൊണ്ടുള്ള ഒറ്റ അടിക്ക് എന്റെ കുടുംബത്തെ മാത്രമല്ല ഇന്ന് ആ ദേശത്തിൽ അനേക ഹൈന്ദവ, മുസ്ലിം, വിവിധ മതസ്ഥരെ നേടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി എന്ന്. When that anointed man fell down and cried out, it transformed and converted Hindus and Muslims, and many became children of God. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ അകത്തൊരു സുവിശേഷം കിടപ്പുണ്ട്. Dear child of God, there is a gospel in us. നിങ്ങൾ കണ്ടു, ഞങ്ങളുടെ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് എല്ലാം ഉള്ളവരായിരുന്നു. In the front of the villages we had everything. പക്ഷെ വീട്ടിനകത്ത് നീറുന്ന അനുഭവത്തിനകത്തിരുന്ന ഞങ്ങളെ ഒരു മനുഷ്യൻ കണ്ടില്ല, സ്വർഗം കണ്ടു. No one knew the troubles we were going through, but heaven saw. അതുകൊണ്ട് ഈ ദേശത്തിലായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ കാണുന്ന പലരും ഹല്ലേലൂയ നല്ല അനുഭവത്തിലായിരിക്കില്ല. അവരോട് നിനക്ക് ഒന്ന് പറയാൻ കഴിഞ്ഞാൽ, when you see others, you may think they have everything, but if there's one thing you can tell them, നീ ജോലിക്ക് പോകുന്ന ഇടത്തൊരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ, at your job, can you tell this one thing? യേശു സ്നേഹിക്കുന്നു എന്ന ഒറ്റ വാക്കിന് അവന്റെ ജീവിതത്തെ മടക്കി കൊണ്ടുവരുവാൻ കഴിയും. If you tell him Jesus loves you, you can redeem him. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു.
We are testifying out of our experience, not telling you made up ഇന്ന് stories. ഞങ്ങളെ അല്ലെങ്കിൽ ആ ദേശക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം അവർക്കറിയാം ഇവർ ചുമ്മാ യേശുവിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടവരല്ല, ഇവരുടെ അകത്ത് ദൈവം ചിലത് ചെയ്തു എന്നറിയാം. My neighbors know they're not taking the name in vain, but Jesus has done miracles in their life. ഓ, ആ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. That Jesus is leading us ദൈവസന്നിധിയിൽ ഒരു miraculously. നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഓ, നമ്മളെ അതിശയകരമായി വഴി നടത്തുന്ന ദൈവം, നമ്മെ അത്ഭുതകരമായി സൂക്ഷിക്കുന്ന ദൈവം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച ദൈവസന്നിധിയിൽ പറയാമോ? പ്രശ്നങ്ങൾക്കകത്ത് പെടുത്തി കളയുന്ന ഒരു ദൈവമല്ല, കൈവിടുന്ന ഒരു ദൈവമല്ല. വിളിച്ച ദൈവം വിശ്വസ്തനും ആ കണ്ണിൽ തന്നെ നോക്കുന്ന നിന്നെ ആശ്രയത്തിനായി യേശുവേ ഞാൻ നിന്റെ കണ്ണിലേക്ക് നോക്കുന്നു എന്ന് പറയുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്നും ഒരു മുള്ളും ഒരു തുമ്പവും ഒരു പ്രതികൂലവും നിന്നെ ഭരിക്കുകയില്ല, നിന്നെ തൊടുകയില്ല. എന്റെ പരിശുദ്ധാത്മാവേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയം വയ്ക്കുന്നു. ഇന്ന് ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ഹൃദയത്തിനകത്ത് തരുന്നത് നീ വല്ലാതെ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ഹല്ലേലൂയ, സ്വർഗ്ഗത്തിന്റെ ദൈവം ഇന്ന് പകലിൽ ചില വിടുതൽ നൽകുവാൻ പോകുകയാണ്. ഇന്നൊരു ഡെലിവറൻസ് നൽകുവാൻ പോകുകയാണ്. അത് സാധ്യമല്ല എന്ന് പറയുന്ന ഇടത്ത് നിന്നെ കണ്ണിൻ മണി പോലെ സൂക്ഷിക്കുന്ന ദൈവം നിന്റെ വിഷയത്തിനും പരിഹാരം തരുവാൻ ശക്തനായവൻ. വായ് തുറന്നൊന്ന് പറയാമോ? വായ് തുറന്ന് പറയാമോ? യേശു, we trust on you, Lord. ഞങ്ങളുടെ ആശ്രയം നീ മാത്രമാണ്. പറഞ്ഞ ചില വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ചുകൊട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചുകൊട്. നീ അവന് പ്രിയപ്പെട്ടവനാണ്. നീ അവന് പ്രിയപ്പെട്ടവളാണ്. യേശു അപ്പാ എന്ന് പറഞ്ഞു. അവന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം ഇതിനകത്ത് ചലിക്കുകയാണ്. നിന്നെ തേടി വരുന്ന യേശുവിന്റെ സ്നേഹം. ഓ മകളെ, മകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്നു. നിന്റെ കുറ്റങ്ങൾ നോക്കാതെ, കുറവുകൾ നോക്കാതെ മാറോട് ചേർത്തണയ്ക്കുന്ന യേശുവിന്റെ കരം. പ്രാർത്ഥിച്ച് ചില വിഷയങ്ങൾ
ഈ പകല് പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ചിലത് ആ വിഷയത്തിനകത്തും ചിലത് ചലിക്കും. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. സാധ്യതയില്ലാത്ത ഇടത്ത് ലോകം പറഞ്ഞു നിന്റെ അപ്പൻ ജീവനോടെ ഇല്ല. യേശു പറഞ്ഞു ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവന്റെ ശക്തി. നാറ്റം വെച്ച ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചു എങ്കിൽ നിന്റെ ലൈഫിലും ചില അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുവാൻ, ചിലത് സൃഷ്ടിച്ചു തരുവാൻ, ചിലത് ചെയ്യുവാൻ ഈ ദൈവം ശക്തനെന്ന് വിശ്വസിച്ചെന്ന് പ്രാർത്ഥിച്ച് തലമുറകളെ കുറിച്ച് ഭാരപ്പെടുകയാണോ? കുടുംബത്തെ കുറിച്ച് ഭാരപ്പെടുകയാണോ? ജോലിയെ കുറിച്ച് ഭാരപ്പെടുകയാണോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് ദൈവത്തിന്റെ അദൃശ്യമായ സമാധാനം ചില ജീവിതങ്ങൾക്കകത്തിറങ്ങി വരികയാണ്. ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു, നീ ഇനി അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ആ ഭാരം സ്വർഗം ഏറ്റെടുക്കുകയാണ്. അതിനർത്ഥം അതിന്റെ ഡെലിവറൻസ് നീ കാണാൻ പോകുന്നു. മിറക്കിൾസ് നീ കാണാൻ പോകുന്നു. അതിന്റെ അത്ഭുതം നീ കാണാൻ പോകുന്നു. I pray in the name of Jesus. Thank you Jesus. Thank you Jesus. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അവസരം നൽകിയ എല്ലാ അത് സഭയ്ക്കും എന്നെ ഇവിടെ വരാൻ ഇടയായി തീർന്ന രാജനഗർ ഫാമിലി, സഭയിലെ പ്രിയപ്പെട്ടവർ, എനിക്ക് അവസരം നൽകിയ പാസ്റ്റർ ഫാമിലി, എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ. താങ്ക് യു.